ഹേ ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കോഴിയും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള ഒരു പാലക്കാടൻ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അതിനായിട്ട് കുമ്പളങ്ങ സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ ചിക്കൻ, നമ്മളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെക്കുക. കുറച്ച് തേങ്ങ, പിന്നെ നീളത്തിലരിഞ്ഞ ഒരു വലിയ സവാള, അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത നമ്മുടെ തക്കാളി. പിന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ നീളത്തിലരിഞ്ഞ് നമ്മളുടെ വല്യുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി, അത് ഒരുപാട് മൊരിയൊന്നും വേണ്ട, കുറച്ചൊന്ന് അതിൻ്റെ കളർ മാറുന്ന വരയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് പാലക്കാട് കല്യാണ വീടുകളിൽ തലേന്ന് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണേ. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ വഴറ്റി നമ്മൾ പിന്നെ അടുത്തത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, ഒരു 10-15 മിനിറ്റ് മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കുമ്പളങ്ങ, നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ച കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഈ കുമ്പളങ്ങയും മസാലയും ആ ചിക്കനും ഒക്കെ കൂടി നന്നായി യോജിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1 കിലോ കുമ്പളങ്ങയ്ക്ക് ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പിടാം. ഉപ്പിടുന്നത് ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല. ഉപ്പിട്ട ശേഷം ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാം. കുമ്പളങ്ങയും ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിൽ ഇടാനായിട്ട് തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പേസ്റ്റാക്കി വെച്ചതാണേ. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഉപ്പും എരിവൊക്കെ നോക്കുക. സ്റ്റേജിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കുക. ഇപ്പോൾ നോക്കുക, അതിൻ്റെ കളറൊക്കെ മാറിയില്ലേ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം സൂപ്പറാണ് കേട്ടോ. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. താങ്ക് യു.